നമസ്കാരം, ഞാൻ ജയൻ ബിലാത്തികുളം. നമ്മളിന്ന് എലത്തൂരിനടുത്തുള്ള ചെട്ടികളത്തുള്ള ദീപക് മോഹൻദാസിൻ്റെ ഒരു ഔട്ട് ഹൗസിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഒരു 15 വർഷം മുമ്പ് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ഔട്ട് ഹൗസാണ്. ഈ ഔട്ട് ഹൗസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആർക്കിടെക്ചറൽ ഡീറ്റെയിലാണ്. ഒരു സ്കാൻഡിനേവിയൻ ഡിസൈനും ഒരു ബാലി ഡിസൈനും, അതായത് യൂറോപ്യൻ ക്ലാസിക്കൽ ഡിസൈനും ബാലി ഡിസൈനും കൂടി മിക്സ് ചെയ്തുള്ളൊരു പാറ്റേണാണ് ഇവിടെ നമ്മൾ ഡിസൈനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ബാലിൻ്റെ എലമെൻ്റ് ഉണ്ടാവും, അതേസമയം ഒരു യൂറോപ്യൻ എലമെൻ്റ് ഉണ്ടാവും. പക്ഷേ ഇത് ഒരു 10 സെൻറ്റ് സ്ഥലത്തുള്ള ഈ ഒരു ബിസിനസ് ഹൗസ് വളരെ വ്യത്യസ്തമായ ഒരു ആംബിയൻസിലാണ് നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ അപ്പുറത്ത് അറബിക്കടലാണ്, തൊട്ടടുത്ത് ഒരു 20 ഫൂട്ടിൽ നമുക്ക് അറബിക്കടൽ കാണാൻ പറ്റും. ഈ അറബിക്കടലിൻ്റെ തീരത്താണ് ഈ പറയുന്ന ഔട്ട് ഹൗസ് നിൽക്കുന്നത്. ഈ ഔട്ട് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പാറേൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഔട്ട് ഹൗസിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ എലിവേഷൻ നമ്മളൊരു സ്കാൻഡിനേവിയൻ സ്റ്റൈലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഗ്ലാഡിങ് ടൈലുകൾ, അത്തരത്തിലുള്ള എക്സ്പോസ് ടൈലുള്ള നാച്ചുറൽ സ്റ്റോൺസ് ഇതിൻ്റെ എലിവേഷനിലൊക്കെ നമ്മൾ ഇങ്ങനെ ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലേ ചെയ്തുകൊണ്ട് തന്നെ ഇതിന് ഒരു സാധാരണ വീടുകളിൽ നിന്നും പ്രത്യേകതയുണ്ട്. മാത്രമല്ല കടൽത്തീരമായതുകൊണ്ട് ഒരുപാട് മെയിൻ്റനൻസ് വരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റോണും ഗ്ലാഡിങ്ങും ഒക്കെ വരുമ്പോൾ പെയിൻറ്റ് പൊളിയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു എലിവേഷൻ പാറ്റേൺ ഈ വീടിന് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇത് ഈ വീടിൻ്റെ ഒരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയ സീറ്റിംഗ് എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്ലേസ്ഡ് ടൈലും അതിലൊരു കാർപ്പറ്റ് ടൈല് നമ്മൾ സെൻട്രലായിട്ട് ലേഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ലെഫ്റ്റ് സൈഡിൽ ഗ്ലാഡിങ് ടൈലിനുള്ളിൽ ഒരു ഈജിപ്ഷ്യൻ മോട്ടീവ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മോട്ടീവ്സിൻ്റെ അടുത്ത് തന്നെ ഒരു ഇന്തോനേഷ്യൻ തോണി സീറ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ബോട്ട് സീറ്റിംഗ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ കുറച്ച് ഷഹരൻപൂർ ഭാഗത്തുള്ള ലൈറ്റ്സുകൾ, വർണ്ണ ലൈറ്റുകളും ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കടൽ കാണാൻ വേണ്ടിയിട്ട് വളരെ പ്ലെയിൻ ഗ്ലാസും ഒരു വൈറ്റ് ഫിനിഷുമാണ് വുഡിന് കൊടുത്തിട്ടുള്ളത്. കാരണം അതെന്താ വെച്ചാൽ നമുക്ക് എക്സ്റ്റീരിയർ മെയിൻ്റെനൻസിന് ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാണ്. അതുപോലെ ഇതൊരു വിശാലമായ ഹാളാണ്. ഈ ഹാളിൽ കുറച്ച് റോയൽ സ്റ്റൈലിലുള്ള കുറേ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ നമുക്കറിയാം ഇവിടെ ഒരു വലിയ ഈജിപ്ഷ്യൻ മ്യൂറൽസ്, ഇത് ഫെറോസിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂറൽ ഡീറ്റെയിലാണ്. ഇത് വലുതാണ്, വലിയ ഒരു 10-8 ഉള്ള ഒരു വലിയ സാധനമാണ്. ഇതൊക്കെ റെഡിമെയ്ഡ് പ്രോഡക്റ്റുകളാണ്. ഇതെല്ലാം നമ്മൾ ഓഫീസിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഈജിപ്ഷ്യൻ ഗെയിമിൻ്റെ സീനാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഈജിപ്ഷ്യൻ ഗെയിമിൻ്റെ സീൻ ചെയ്തുകൊണ്ട് തന്നെ ഈ വാള് അങ്ങോട്ട് ഹൈറ്റ് ബ്രേക്ക് ആവുകയും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കിച്ചൺ, ഇതൊരു ഓപ്പൺ കിച്ചനാണ്. ഇവിടെ ആളുകൾക്ക് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെയുള്ള ഒരു ഡൈനിങ് ടേബിൾ അതിൽ ഫിക്സഡാണ്. അതിൻ്റെ അടിയിലൊക്കെ നല്ല ഗ്ലാഡിങ് ടൈലുകളും അതിൻ്റെ അടിയിലൊക്കെ ഉള്ളത് നല്ല ഒരു ഈജിപ്ഷ്യൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈജിപ്ഷ്യൻ ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് വളരെ ഐഡിയലായിട്ട് അതിനൊരു പ്രത്യേക ഫീല് നമുക്ക് ഈ ഒരു പാൻട്രി ഡെസ്കിന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇന്തോനേഷ്യ തട്ടുകളെ കൊണ്ട് വെറുതെ ഈ റൗണ്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയാണ്. ഇത് മുഴുവൻ വുഡാണ്, കംപ്ലീറ്റ് തേക്ക് ചെയ്തതാണ്. അതുപോലെ അതിൻ്റെ അകത്തൊക്കെ തന്നെ ഒരു ഗ്ലാഡിങ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ കാണുന്ന ട്രെയിൻ ഡീറ്റെയിലൊക്കെ ഒരു സെറാമിക് ടൈൽ പാറ്റേൺ ആണ്. ആ ട്രെയിൻ ഒരു വിൻറ്റേജ് ട്രെയിനിൻ്റെ ഫോട്ടോ നമുക്കവിടെ കാണാം. അത് ഒരു ഇതാണ്, എന്താ പറയുക, ഒരു സെറാമിക് ടൈലാണ്. അതുപോലെ ഈ സെറാമിക് ടൈൽ ഇവിടെ വെച്ചിട്ട് ഈ പറയുന്ന ഇവിടെ ഒരു ഹോബ് കൊടുത്തിട്ടുണ്ട്. ആ ഹോബിലൊക്കെ തന്നെ ഇതാകണ്ടേ ചെറിയ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സ്പൈസസ് ബോട്ടിൽസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ മിററിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മിറർ നമുക്ക് കടലിനെ കിച്ചണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാം അല്ലേ. ക്യാമറ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റായി നമുക്ക് കാണാൻ പറ്റും. അവിടേക്ക് ഒരു കടൽ നമ്മുടെ വീട്ടിനകത്തുനിന്ന് കാണാം. പുറത്തുള്ള കടലിനെ വീട്ടിനകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ മിറർ നമ്മൾ നൽകുന്നത് പറ്റുന്നൊരു കാര്യം. അതുപോലെ ഈ പറയുന്ന ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു വ്യൂ നമുക്കിതാ ഈ ഒരു സ്ട്രെയിറ്റ് വ്യൂ ഇവിടുന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഈ സംഭവം കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കടലൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനാണ്. നമ്മൾ കടലിലൊരു ബോട്ടിലിരിക്കുന്ന ഫീലാണ് നമുക്ക് ഈ വീടിൻ്റെ അകത്തുനിന്ന് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് റോയൽ ഡീറ്റെയിലുള്ള സീറ്റിംഗ് സിസ്റ്റമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ വളരെ ഐഡിയലാണ്, ഒരു റിച്ച് ഫീലിംഗ്. അതിൻ്റെ ഒരു ഔട്ട് ഹൗസിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഫീൽ. ഇപ്പം ദീപക് മോഹൻദാസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഗസൽ സംഗീതങ്ങളും അതുപോലെ പഴയ മലയാള സിനിമ പാട്ടുകളൊക്കെ ഉള്ള ഇടയ്ക്കിടയ്ക്ക് ഒരു സംഗീത സദസ്സുണ്ടാവും. ആ സദസ്സിലുള്ള ഒരു 10-15-18 ആൾക്കാർക്ക് സുഖമായിരുന്ന് സംഗീതം കേൾക്കാനും ആസ്വദിക്കാനും
ഒക്കെയുള്ളൊരു സ്ഥലമായിട്ടാണ് ദീപക് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഇത് നമ്മൾ 15 കൊല്ലം മുന്നേ ഡിസൈൻ ചെയ്തത്. ഇതിലൊക്കെ നല്ല വർണ്ണ ലൈറ്റുകൾ, ഭയങ്കര ഭംഗിയുള്ള കളർ സ്റ്റെയിൻഡ് ഗ്ലാസ് ലൈറ്റുകൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഈ ഒരു ചെറിയ സ്പേസിനെ വളരെ വർണ്ണാഭമായിട്ട് കൊടുക്കാനും അതിൽ വലിയൊരു മിററും നമ്മൾ ലേഔട്ട് ചെയ്തു. അപ്പോൾ ഒരു കടലിനോട് ചേർന്നുള്ള മനോഹരമായ ഒരു ഔട്ട് ഹൗസിൻ്റെ ഇൻറ്റീരിയറിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ പ്ലാനിൽ നമ്മൾ 2 ബെഡ്റൂംസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മുകളിലൊരു ബെഡ്റൂമും ഒന്ന് താഴത്തെ ലെവലിലുമാണ്. ആ താഴത്തെ ലെവലിലെ ബെഡ്റൂമിലേക്ക് ഇതിലിറങ്ങാം, മുകളിലെ ബെഡ്റൂമിലേക്ക് നമുക്ക് ഇതിലെ കയറാൻ പറ്റും. അപ്പോൾ ഇതിലെ കയറുമ്പോൾ നമ്മൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ഒരു ബെഡ്റൂമിലേക്ക് എത്തിപ്പെടുകയാണ്. ഈ ബെഡ്റൂം വളരെ വിശാലമായൊരു ബെഡ്റൂമാണ്. മാത്രമല്ല ഇവിടുന്ന് സീ വ്യൂ ആയിട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു സിറ്റ് ഔട്ട് ഉണ്ട് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ നമ്മൾ ഒരു ജാഗൂസി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജാഗൂസി സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആ ജാഗൂസി ഇരുന്ന് കുളിക്കുമ്പോൾ കടലിലിരുന്ന് കുളിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അല്ലേ, ജസ്റ്റ് മുന്നിൽ കടൽ തന്നെയാണ്. ആ കടലിലിരുന്ന് കുളിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ ജാഗൂസിക്ക് ചുറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനർ ടൈലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈൽ ഒരു കാർപ്പറ്റ് ടൈല്, അങ്ങനെയുള്ള കാർപ്പറ്റ് ടൈലുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ വളരെ രസകരമായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കടൽ തീരത്തുള്ള ഈ ഒരു ജാഗൂസി വളരെ കൃത്യമായി ഡിസൈൻ ചെയ്തതാണ്. കാരണം ഇതിൽ കിടക്കുന്ന സമയത്ത്, നമ്മളിതിൽ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ശരിക്കും കടലിൽ കിടക്കുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിലുപയോഗിച്ചുള്ള സെറാമിക് ടൈലുകളും ലൈറ്റുകളും ഈ ഭാഗത്ത് പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്ലാസ് ട്യൂബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശാലമായ UPVC വിൻഡോസിലൂടെ ഈ കടൽ മുഴുവൻ നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് എത്തുന്നൊരു പ്രതീതിയാണ് ഉള്ളത്. അപ്പോൾ ഇതിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കടലിൽ കുളിക്കുന്ന രീതി തന്നെ നമുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഒരു പ്രതീതി കൂടിയാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഈ ഒരു ബാത്ത് സ്പേസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കൂടാതെ അതിൻ്റെ അപ്പുറത്ത് ഒരു ബാത്റൂം വേറെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതിവിശാലമായ ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ വാർഡ്രോബ് ഉണ്ട്, ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു വുഡിനെ കൊണ്ടുള്ള ഒരു വലിയ ബെഡുണ്ട്. അതിൻ്റെ ഒരു കോട്ടും അതിലൊരു ബെഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലോറൊക്കെ ഒരു വുഡൻ ഫിനിഷാണ്. ഇതിൽ ഫെറോസിമെൻറ്റ് വർക്കിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലാസ് ഡോർസാണ്. ഈ ഗ്ലാസ് ഡോർസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പിലേക്കും അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കടൽ തീരത്തേക്കാണ് നമ്മൾ ഈ ക്യാമറ സഞ്ചരിക്കുന്നത്. ഈ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്ന് നമ്മൾ ഈ സിറ്റ് ഔട്ട് പ്രവേശിക്കുമ്പോൾ ഈ സിറ്റ് ഔട്ടിൽ ഗ്ലാഡിംഗ് ടൈൽ ഒട്ടിച്ചിട്ടുള്ള 2 എക്സ്റ്റീരിയർ എലമെൻറ്റുകളുണ്ട്. അവിടെ 2 ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് കൊണ്ട് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു എലിവേഷൻ ബ്യൂട്ടിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്ലാഡിംഗ് ടൈൽ ഡീറ്റെയിൽ കൊടുത്ത് കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ വിശാലമായൊരു ചിത്രം നിങ്ങൾക്ക് കാണാം, ഒരു വലിയ പെയിൻറ്റിങ്. അത് ടൈലാണ്, സെറാമിക് ടൈലാണ്. ആ സെറാമിക് ടൈല് വെറുതെ വെച്ചതല്ല, ഇത് കടലിൽ നിന്ന് കുളിച്ച് വന്ന് കടലിൽ നമ്മൾ പിന്നെ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ആണ് നമ്മൾ ഷവർ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഷവർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഷവർ യൂണിറ്റിൽ നിന്ന് കുളിച്ച് അർമാദിച്ചിട്ടാണ് നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത യൂണിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗസീബോ ആണ്. ആ ഒരു ചെറിയ വുഡൻ ഗസീബോ, ആ വുഡൻ ഗസീബോ ആണ്. ഇത് തെങ്ങ് കൊണ്ടൊക്കെ പനേനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കംപ്ലീറ്റ് വുഡാണ്. ഇതൊരു വുഡൻ ഗസീബോ. ഈ ഗസീബോ ഒരു 3 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി ഈ സ്റ്റെയർ ഉണ്ടല്ലോ, ഈ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു ഗ്ലാസ് ഹൗസിലേക്കാണ്. ആ ഗ്ലാസ് ഹൗസ് അതിമനോഹരമായ കൊത്തുപണികളാലും തേക്കിൻ്റെ വുഡ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഒരു ടീക്ക് ഫിനിഷിലുള്ള ഒരു വളരെ ഡിഫറെൻ്റുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് വുഡിൽ തീർത്തെടുത്ത ഒരു ഗ്ലാസ് ഹൗസിലേക്കാണ് എത്തുന്നത്. ഈ ഗ്ലാസ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവൻ വുഡ് വർക്കാണ്. ഇത് കംപ്ലീറ്റ് ടീക്ക് വുഡ് ചെയ്തിട്ടുള്ള ഒരു വുഡ് പാറ്റേൺ ആണ്. ഇതിലെ ഈ പറഞ്ഞ ചിത്രപ്പണികൾ, കൊത്തുപണികൾ, കഴുക്കോലൊക്കെ തന്നെ കംപ്ലീറ്റ് നമ്മൾ ടീക്ക് വുഡിൽ ഡിസൈൻ ചെയ്തെടുത്താണ്. ആ തീക്കുള്ളിൽ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ മിററും കൂടി വരുമ്പോഴത്തേക്ക് ഈ കടൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കടലിൻ്റെ അകത്ത് നിൽക്കുന്നൊരു ഫീല്, ചുറ്റും കടലുള്ള പോലെ ഒരു ഫീൽ ഉണ്ടാക്കും. അപ്പോൾ ഈ ഭാഗത്തേ കടലുള്ളൂ, പക്ഷേ ഈ സൈഡിലും കടലുള്ള പോലെ നമുക്ക് തോന്നിപ്പിക്കും. കാരണം എന്താ, ഒരൊറ്റ മിററിൻ്റെ ഇമ്പാക്റ്റാണത്. ആ മിററിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ കടലിൻ്റെ വിഷ്വൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതോട് കാര്യമില്ല. ഇപ്പോൾ കണ്ടല്ലോ, അപ്പോൾ നേരെ അവിടെ കാണുന്ന കടൽ കിഴക്ക് ഭാഗത്തും കടലിലായിരുന്നു. കിഴക്ക് ഭാഗത്തും ഇതിന് കടലുണ്ട്, പടിഞ്ഞാറ് ഭാഗത്തും കടലുണ്ട്. ഇത് കിഴക്ക് ഭാഗത്തെ കടലാണ്, ഇത് പടിഞ്ഞാറ് ഭാഗത്തെ കടലാണ്. പക്ഷേ വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് ഹൗസാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഹാൻഡ് കാർവ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ്. കംപ്ലീറ്റ് ടീക്ക് വുഡാണ്.
ഇതിലിരിക്കുക എന്നുള്ളത് കംപ്ലീറ്റ് AC ആണ്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ചൂടോ അല്ലെങ്കിൽ മടുപ്പോ ഉണ്ടാക്കുന്നില്ല. നമ്മൾ കടലിൽ ഒരു ബോട്ടിലിരിക്കുന്ന ഫീലേ നമുക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. ഏറ്റവും കടൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയ ഏരിയ ഈ പറയുന്ന ഗ്ലാസ് ഹൗസാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രം. ഇത് ചെയ്തിട്ട് ഏതാണ്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ. മറ്റേ ബിൽഡിങ്ങിൻ്റെ പണിക്ക് ശേഷമാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിൽ മുഴുവൻ മുകളിലൊക്കെ കംപ്ലീറ്റ് വർണ്ണാഭമായ കൊത്തുപണികളാലും ആൻറ്റിക് ലൈറ്റുകളാലും നിബിഡമാണ്. എല്ലാ ഭാഗത്തും കാർവിങ്ങും ഡിസൈനുമായിട്ട് ഒരു വുഡ് ഗ്ലാസ് ഹൗസ് നമ്മൾ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിലെ ഫർണിച്ചർ പോലും ഒരു ആൻറ്റിക് സ്റ്റൈലിലുള്ള ഫർണിച്ചർ കോൺസെപ്റ്റാണ്. ആ ഫർണിച്ചർ കോൺസെപ്റ്റിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളരെ ഐഡിയലായിട്ട് നമ്മളെ പ്രകൃതിക്ക് അനുകൂലമായ ഒരു കടൽ തീരത്ത് വെക്കാവുന്ന മെറ്റീരിയൽ മാത്രമേ നമ്മളിവിടെ ലേഔട്ട് ചെയ്തിട്ടുള്ളൂ. മിറർ, വുഡ്, ഗ്ലാസ്, സെറാമിക്, ബ്രാസ്, ഇത്രയും ഐറ്റംസാണ് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ നിർമ്മാണത്തിന് ഏറ്റെടുത്തത്. ഇതിൻ്റെ അടിയിലൊരു ഫുഡ് കോർട്ട് ഉണ്ട്. ആ ഫുഡ് കോർട്ടിൽ നമുക്ക് ഫുഡെല്ലാം കഴിക്കാനുള്ള സംവിധാനമുണ്ട്. കോട്ട് ഏരിയ നമ്മൾ ആ പറയുന്ന ഗ്ലാസ് ഗസീബോൻ്റെ അടിയിലുള്ള ഏരിയ. ഇതിൽ നമ്മൾ സെറാമിക് ടൈല്, വുഡ്, ഫെറോ സിമെൻറ്റ്, നാച്ചുറൽ സ്റ്റോൺ, ഈ 4 ഐറ്റം വെച്ചിട്ടാണ് ചെയ്തത്. ഇത് സസ്റ്റൈനബിളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഐറ്റംസും അവിടെയൊക്കെ സെറാമിക് ടൈലുകളാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ കളർ ഗ്ലാസ്സുകൾ വുഡൻ ഫ്രെയിമിൽ കുടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഭയങ്കര വർണ്ണാഭമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീടുകൾ വീണ്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.